ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ടി ഖലീഫ വ്ളോഗ്. അപ്പൊ ഇന്നൊരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്ന വ്ളോഗ്, ഞാൻ മുന്നേ ഒരു രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹേമ കമ്മിറ്റീനെ കുറിച്ചിട്ടുള്ള. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഭയങ്കരമായിട്ട് വൈറലായിട്ടും പല ആൾക്കാരുടെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു ഒരു കേസാണ്. അപ്പോൾ സിനിമ ഇൻഡസ്ട്രീനെ പറ്റിയിട്ടുള്ള കുറെ വെളിപ്പെടുത്തലും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അത് പോകുന്നത്. അതിന്റെ കുറെ റിപ്പോർട്ടുകളും അത് എന്താ പറയാ കുറെ ആൾക്കാർ അതിനെതിരായിട്ട് വന്നിട്ടുണ്ട്, കംപ്ലൈന്റും കേസുകളും ആയിട്ട്, പീഡിപ്പിച്ച കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആകെ ഫിലിം ഇൻഡസ്ട്രി ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇപ്പം അതേപോലെ തന്നെ ഇപ്പൊ ഒരു ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് അറിയില്ല, ബട്ട് അത് ആ വാർത്തകൾ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയത് പേഴ്സണലി ഫേക്ക് ആയിട്ടാണ്. കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നിവിൻ പോളി എന്ന് പറയുന്ന നടന്റെ പേരിലും ഇപ്പോൾ ഒരു പീഡന കേസ് വന്നിട്ടുണ്ട്. അതും ഒരു എന്താ പറയാ, ഒരു വേറെ ഫിലിമിനെ വെല്ലുന്ന രീതിക്കുള്ള ഒരു എന്താ പറയാ കേസായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ആ വ്യക്തി പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിവിൻ പോളി ദുബായിൽ വെച്ച് ആ സ്ത്രീയെ പീഡിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നിവിൻ പോളി മാത്രമല്ല, അതിൽ 4-5 പേര് വേറെയും ഉണ്ട്. അപ്പൊ നിവിൻ പോളി ഇതുപോലെ എന്താ പറയാ വാട്സപ്പിലൊക്കെ എന്താ പറയാ ഒരു ഹാക്ക് ചെയ്യുന്ന ലിങ്ക് കാര്യങ്ങളൊക്കെ അയച്ചിട്ട് അവരെ പ്രൈവസിയിലുള്ളതൊക്കെ റെക്കോർഡ് ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ആ സ്ത്രീ എന്താ പറയാ അവകാശപ്പെടുന്നതും അതാണ് കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് കുറെ കാര്യങ്ങൾ കേട്ടതിന് ശേഷം മനസ്സിലായി. അതായത് ആ സ്ത്രീ പറയുന്നുണ്ട്, നാട്ടിലെ അവരെ ഭർത്താവും കുട്ടിയും താമസിക്കുന്ന വീട്ടില് നിവിൻ പോളിയും അവരുടെ സംഘവും ചേർന്ന് അവിടെ എത്തി. അവിടെ ആ വീട്ടിലേക്ക് ഒരു ഒളി ക്യാമറ വെച്ച് എന്താ പറയാ ഹസ്ബൻഡിനെയും ഇതൊക്കെയുള്ള വീഡിയോ അവരെ ദുബായിൽ വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഞാൻ അതാണ് ചിന്തിക്കുന്നത്, ഇത്രയും വലിയൊരു നടൻ, നിങ്ങളും ചിന്തിച്ചു നോക്കുക, ഇത്രയും വലിയൊരു നടൻ ദുബായിൽ പോയിട്ട് ഇങ്ങനെ ഒരു 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 കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഈ ദുബായിൽ ജീവിക്കുന്ന പല ആൾക്കാർക്കും അറിയാം ദുബായ് എന്താണെന്നും ദുബായിൽ നടക്കുന്ന കാര്യങ്ങളും ദുബായ് എന്ന സിറ്റിയുടെ പ്രത്യേകതകളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ എന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് എല്ലാവർക്കും എല്ലാ രീതിക്കുള്ള എല്ലാ സൗകര്യമുള്ള ഒരു സിറ്റിയാണ് ദുബായ്. അപ്പോൾ ദുബായിൽ നടക്കുന്ന പല കാര്യങ്ങളും നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയണമെന്നില്ല. ഇതിപ്പോ നാട്ടിലെ നടന്നിട്ടുണ്ടെങ്കിൽ ഈവൻ ഞാൻ പോലും വിശ്വസിച്ചേനെ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന്. ബട്ട് ഈ ഈ എന്താ പറയാ നിവിൻ പോളി ദുബായി പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത്രയും ഫെയിം ആയിട്ടുള്ള ഒരു നടന് ഇത്രയും എന്താ പറയാ ചീപ്പായിട്ട് പെരുമാറേണ്ട ആവശ്യമുണ്ടോ? കാരണം ദുബായിലും അവിടെ ഇവിടെ ഒക്കെ പോയി കറങ്ങി നടക്കുന്ന ഒരു വ്യക്തി, അങ്ങനത്തെ ഒരു വ്യക്തി പിന്നെന്ന് പറഞ്ഞാൽ പൈസക്ക് ഒരു കുറവില്ല, പിന്നെ എല്ലാ കാര്യങ്ങളും സ്പോട്ടിൽ ഇൻസ്റ്റന്റ് ആയിട്ട് കയ്യിൽ കിട്ടുന്ന ഒരു വ്യക്തി എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെ ഹാക്കൊക്കെ ചെയ്ത് എന്താ പറയാ ഈ ഈ ഈ സ്ത്രീന്റെ കുടുംബത്തിലൊക്കെ എന്താ പറയാ ഓരോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടൊക്കെ പീഡിപ്പിക്കേണ്ട കാര്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പറയുന്നത് ഒന്നും ഒരു യോജിപ്പില്ലാത്ത ഒരു സംസാരവും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ ആ ആ കുട്ടിയുടെ വൈഫൈ ഹാക്ക് ചെയ്തു, ക്യാമറ ഹാക്ക് ചെയ്തു. പിന്നെന്ന് പറഞ്ഞാൽ ആ ക്യാമറ നിങ്ങൾ കണ്ടെത്തിനോന്ന്, വീട്ടിൽ വെച്ച ക്യാമറ കണ്ടെത്തിനോന്ന് വെച്ചാൽ അത് കണ്ടെത്തിയില്ല, അത് അവര് വീണ്ടും വന്ന് തിരിച്ചെടുത്ത് കൊണ്ടുപോയി. ഇതൊക്കെ ഒരു ചോറ് തിന്നുന്ന ഒരു മനുഷ്യന് എന്താ പറയാ ദഹിക്കാത്ത ഒരു കാര്യമാണെന്ന് വളരെ വ്യക്തമാണ് ആ സ്ത്രീയുടെ സംസാരത്തിൽ തന്നെ. ആ ന്യൂസിൽ വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഒരു ബോധവും ഗതിയും ഇല്ലാന്ന് തന്നെ പറയാം. കാരണം ഈ ഫേക്ക് ആയിട്ടാണെങ്കിലും ഒരു ഒരു കാര്യം നമ്മൾ ഒരു സ്റ്റോറി കുക്ക് ചെയ്ത് എടുക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് എന്തെങ്കിലും ഒരു റീസണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളോ വേണം. ഇത് അതൊന്നും ഇല്ലാതെ ചുമ്മാ വന്നിട്ട് എന്നെ നിവിൻ പോളി പീഡിപ്പിച്ചു, എന്നെ അതിന്റെ കൂടെയുള്ള ആൾക്കാരെ പീഡിപ്പിച്ചു. ഓക്കെ, പീഡിപ്പിച്ചിനെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്തില്ല? പിന്നെ അതുപോലെ തന്നെ ഈ ദുബായ് എന്ന് പറയുന്ന സിറ്റിയിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അതിക്രമങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ
വിത്തിൻ സെക്കൻഡ് കൊണ്ട് എന്താ പറയാ പോലീസ് പറന്നെത്തി നിങ്ങളെ റെസ്ക്യൂ ചെയ്ത് എന്താ പറയാ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും സൗകര്യങ്ങളും ഉള്ള ദുബായ്. നിങ്ങളിപ്പോ നാട്ടിലാണ് ഈ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് സമ്മതിച്ചു കൊടുക്കുക. ഇവിടുത്തെ പോലീസുകാർ എത്തുമ്പോഴത്തേക്ക് അങ്ങനെ ആവും, പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള തെളിവുകൾ നശിപ്പിക്കും, അതാക്കും, ഓക്കെ, എല്ലാം ആക്സെപ്റ്റബിൾ ആണ്. ബട്ട് നിങ്ങൾ പറയുന്ന ദുബായിലാണ് ഈ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് കൂളായിട്ട് ഒരു കംപ്ലൈന്റ് ദുബായിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഇൻസ്റ്റന്റ്ലി വന്ന് ഈ എന്താ പറയാ ഈ സ്ത്രീക്ക് ഉണ്ടായ കാര്യത്തിനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നിവിൻ പോളി പോലുള്ള വലിയ എന്താ പറയാ സൂപ്പർ സ്റ്റാറായ നടന്മാരാ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ദുബായിൽ അങ്ങനെ നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആണ്, നിങ്ങൾ വലിയ പദവിയിലുള്ള അങ്ങനെ ഒന്നും ഒരു മാറ്റർ അല്ല. നിങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരെ കടമയും. പിന്നെ അവര് നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ സമാധാനപരമായിട്ട് ജീവിക്കണം എന്നാണ് ഈ ദുബായ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ദുബായിലുള്ള ആൾക്കാർ എപ്പോഴും എന്താ പറയാ നമ്മളെ ഏത് രാജ്യക്കാരായാലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറെ എലിഗേഷൻസ് ഒക്കെ വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കേസുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാം ഓരോ ആളെ തകർക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പിറകിലുള്ള കുറെ ഗൂഢാലോചനകൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളും കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കേസിൽ. അപ്പോ എന്താ പറയാ പക്ക ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആണ്. അതാണ് ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലും പറഞ്ഞത്. നമ്മൾ ഒരിക്കലും ഒരാൾ പറയുന്ന മാത്രം കേൾക്കരുത്. സ്ത്രീകൾ പലതും എന്താ പറയാ സ്ത്രീകളെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. സ്ത്രീകള് ചില ടൈം ഇങ്ങനത്തെ കാര്യങ്ങള് വല്ലാണ്ട് ആണുങ്ങളെ പുറത്ത് ഏൽപ്പിച്ചിട്ട്, അതായത് അടിച്ചേൽപ്പിച്ചിട്ട് ഇങ്ങനെ ജീവിതം തകർക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പൊ അയാളൊരു നല്ലൊരു നടനാണ്, അപ്പൊ അയാളെ കരിയർ പോകുന്നത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളും കേസ്. ഇപ്പോൾ നിവിൻ പോളി മറ്റുള്ള നടന്മാരെ പോലെ അല്ലാതെ പുറത്ത് വന്ന്, അതായത് ഒരു ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ വിളിച്ചിട്ട് എന്താ പറയാ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇത് ഫേക്ക് ന്യൂസ് ആണ്, ഇതിന് എന്താ പറയാ എന്ത് നിലപാട് വന്നാലും ഇതിന്റെ കേസ് മുന്നോട്ട് പോകണം, പിന്നെ അതുപോലെ തന്നെ ഇത് മുന്നേ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇത് തെളിഞ്ഞാലും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ മുന്നോട്ട് വന്നതാണ് ഈ നടൻ നിവിൻ പോളി എന്ന് പറയുന്നത്. അപ്പോ ഈ ഫേക്ക് ന്യൂസസ് ഉണ്ടാകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് പല കേസസ് ഉള്ളത്. ഇതുപോലെ തന്നെ ഇപ്പോ റീസെന്റ് ഞാൻ വേറൊരു ന്യൂസ് കണ്ടിന്. അതായത് ഒരു യൂട്യൂബർ ഉണ്ട്, നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇതിപ്പോ വേറൊരു കണ്ടന്റിലേക്ക് മാറിപ്പോ, അതുകൊണ്ടാണ് ആ പേര്. പക്ഷെ അതിലും ഇതുപോലെ ആണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന മലയാളം ഇൻഡസ്ട്രി തകർന്നുകൊണ്ടിരിക്കുകയാണ്, മൊത്തത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, ബാക്കിയുള്ള നടന്മാരായിക്കോട്ടെ, ബാക്കിയുള്ള ഓരോ ആളെ സത്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഇപ്പോഴാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്താണെന്ന് ആൾക്കാർ അറിയുന്നതും. അതുപോലെ തന്നെ നമ്മളെ പോലത്തെ പാവപ്പെട്ട മനുഷ്യന്മാർ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആരാധനയും, ഇവർക്ക് വേണ്ടിയിട്ട് തിക്കും തിരക്കും ഉണ്ടാക്കിയിട്ട് നമ്മൾ സിനിമ കണ്ടിട്ട് ഇവർക്ക് ഉണ്ടാക്കിയ കോടികളും, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവരെ ഫാനായിട്ടാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇതിനുള്ള ആക്ഷൻസും കാര്യങ്ങളും വളരെ സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ഇപ്പൊ ഈ കേസിൽ തന്നെ നിങ്ങൾ ചിന്തിക്കണം. ഇനിയിപ്പോ പോലീസുകാർ ഇതിനു വേണ്ടി കേസ് എടുത്ത് എഫ്ഐആർ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഈ കേസിന് വേണ്ടിയിട്ട് എഫ്ഐആർ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ബട്ട് ഈ എഫ്ഐആർ കേസ് തെളിയാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ തെളിവ് വേണം, അത് വേണം, ഇത് അതിന് അവര് ദുബായി പോകണം, അവിടെ ഉള്ള വേറെ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അവിടെ എന്താണ് എവിഡൻസ് കിട്ടാന്നുള്ളത് അവർ ചെക്ക് ചെയ്യണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടക്കുണ്ട്. അപ്പോ ഇതൊക്കെ കഴിഞ്ഞ് ഈ ഒരു കാര്യം ഒന്ന് എന്താ പറയാ റെഡിയായി വരുമ്പോഴത്തേക്ക് തന്നെ ഒരു ടൈം എടുക്കും. നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റ് ആയതുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല എപ്പോഴാണ് ഇതിനെ കുറിച്ചിട്ട് ഒരു എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള നീതി കിട്ടുക എന്നുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേക്ക് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും സത്യങ്ങൾ ഉണ്ടോ എന്നറിയില്ല. ബട്ട് ആ സ്ത്രീ പറഞ്ഞ ന്യൂസ് റിപ്പോർട്ടേഴ്സിന്
കൊടുത്ത കാര്യങ്ങളൊക്കെ വളരെ ഫേക്കാണെന്നുള്ള കാര്യത്തിൽ ഏത് ചോറ് തിന്നുന്ന പൊന്നുമോനിക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനൊക്കെ ചെയ്തുകൊണ്ട് എന്താണ് കിട്ടാൻ പോകുന്നത്? ഈ എന്താ പറയാ സ്ത്രീത്വത്തെ എന്താ പറയാ ശക്തിപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ചുമ്മാ എന്താ പറയാ ഒരാളെ പേരിൽ പീഡനം. അതാണ് പറയുന്നത്. നമ്മള് ഒരാൾക്ക് ഒരു ശക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതരമായ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അതിനെ വേറൊരു രീതിക്ക് മറ്റൊരാളുടെ ജീവിതം തകർക്കുന്ന രീതിക്കുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക. അതിനല്ല ഈ ഒരു പവറോ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ കൺസിഡറേഷനോ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാവിയിൽ ഒരു മുന്നോട്ടേക്ക് പോകുമ്പോൾ വേറൊരു പ്രശ്നങ്ങളിലൊന്നും പോയി പെടാതിരിക്കാനും പിന്നെ അതുപോലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ദുരുപയോഗം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. പിന്നെ ഇനി വരുന്ന കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയാ ഈ ഈ ഈ ഒരു എന്താ പറയാ സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റൂല. കാരണം എല്ലാവരും ഇതുപോലെ അതായത് നീതി കിട്ടേണ്ട ആൾക്ക് പോലും നീതി കിട്ടാണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പോവുക. അപ്പോന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന് ഈ ഒരു കേസ് തെളിയുന്നവരെ ഇനിയും ടൈം ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുന്നേ ഉള്ള കുറെ വീഡിയോസിൽ പറഞ്ഞത് തന്നെയാണ് പറയേണ്ട വരിക എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഏകദേശം ഞാൻ ആ ഒരു സബ്ജക്റ്റ് വിട്ടത്. പിന്നെ ഈ ഒരു കേസ് വന്നപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ നിവിൻ പോളി എന്ന് പറഞ്ഞ ആക്ടർ ഒന്നുമില്ലെങ്കിലും മുന്നോട്ട് വന്നിട്ട് ആൾക്കാരോട് പറയുന്നുണ്ട് കൃത്യമായിട്ട് ഇത് ഫേക്ക് ന്യൂസ് ആണ്, ഇനി എൻ്റെ കയ്യിൽ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ മുന്നോട്ടേക്ക് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുള്ള ആ കാണിച്ച ധൈര്യത്തിന് നമ്മൾ അപ്രീഷിയേറ്റ് തന്നെ ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള നടന്മാരെ പോലെ ഒളിച്ചോടുകയോ ബാക്കി എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല മൂപ്പര്. ആ ഒരു കാര്യത്തിലാണ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമന്റ് ആൻഡ് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കേസിനെ പറ്റി തോന്നിയത് എന്നുള്ളതും ഈ അടിയിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക് യു. സൈനിങ് ഓഫ്. എം ടി ഖലീഫ. ബൈ ബൈ. ലവ് യു.